ലോക പോലീസ് ഉച്ചകോടിയിൽ താരമായി 30ഓളം നിരീക്ഷണ ക്യാമറകളുള്ള ദുബായ് പോലീസിന്റെ ബുള്ളറ്റ് പ്രൂഫ് ഖിയാത്ത് കാറുകൾ, പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ഡ്രോണുകളും AI സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ച ക്യാമറകളുമാണ് മറ്റ് താരങ്ങൾ. 3 ദിവസത്തെ പോലീസ് ഉച്ചകോടി ദുബായിൽ സമാപിച്ചു. കുറ്റകൃത്യങ്ങൾ തടയാനും പൊതു ഇടങ്ങളിലെ നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സേനയെ സഹായിക്കുന്ന സാങ്കേതിക രംഗത്തെ പരീക്ഷണങ്ങളാണ് ലോക പോലീസ് ഉച്ചകോടി പങ്കുവച്ചത്. വാഹനങ്ങൾ, ആയുധം, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിലെ മാറ്റങ്ങളെല്ലാം മേള പങ്കിട്ടു. കഴിഞ്ഞ ഡിസംബറിൽ ദുബായ് പോലീസിന്റെ ഭാഗമായി മാറിയ വമ്പൻ ഖിയാത്ത് വാഹനങ്ങളായിരുന്നു പ്രധാന കാഴ്ച. 11 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഖിയാത്തിന്റെ വില. 30ഓളം ക്യാമറകളും സെൻസറുകളുമുള്ള ബുള്ളറ്റ് പ്രൂഫ് ഖിയാത്ത് പെട്രോളിംഗിനും സുരക്ഷാ പ്രവർത്തനങ്ങൾക്കും നിരീക്ഷണത്തിനും സഹായകമാണ്. റോഡിലെ ഓരോ നിയമലംഘനങ്ങളും വേർതിരിച്ച് പിടികൂടാൻ സഹായിക്കുന്ന റഡാറുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. We have also the mobile detection and the seatbelt detection. We have the tracking vehicles. Our system have a data center and the software. That software in the dashboard for the police, helping the police to tracking vehicles and wanted car, registered car. റോഡിലെ മാലിന്യം മുതൽ കുറ്റവാളികളെ വരെ തിരിച്ചറിഞ്ഞ് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് ദൃശ്യങ്ങൾ സഹിതം വിവരം കൈമാറുന്ന സെൻസറുകളും ശ്രദ്ധ നേടി. പോലീസിന് മാത്രമല്ല, മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ഇവ സഹായകമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 4 ട്രാക്കാണ്. അതിൽ ഒരു ട്രാക്കിൽ ഇപ്പം ഹെവി വെഹിക്കിൾ മാത്രം പോകാൻ പാടുള്ളൂ. അവിടെ സ്മോൾ വെഹിക്കിൾ വന്നാൽ അലേർട്ട് പോകും. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ സ്മോൾ വെഹിക്കിളിൻ്റെ ട്രാക്കിൽ വന്ന് അലേർട്ട് പോകും. പിന്നെ ലിറ്ററിങ്, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും എന്തെങ്കിലും ഗ്ലാസ്സിലൂടെ പുറത്തിടുവാണെങ്കിൽ ആ നമ്പറും ഇതും പിടിക്കും. 3 ദിവസത്തെ മേളയിൽ 65 രാജ്യങ്ങളിൽ നിന്നുമുള്ള പോലീസ് സേന പങ്കെടുത്തു. നമ്മുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പോലീസ് എത്രത്തോളം ജാഗ്രത കാട്ടുന്നു, അതോടൊപ്പം തന്നെ എത്രത്തോളം സാങ്കേതിക വിദ്യ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ് ദുബായിൽ നടക്കുന്ന പോലീസ് സമ്മിറ്റ്. വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.